പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ഉർവശിയാണ് ഇത്തവണത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ കഥാപാത്രമാണ് നടി ഉർവശിക്ക് അംഗീകാരം നേടിക്കൊടുത്തത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലീലാമ്മ എന്ന അമ്മ വേഷത്തിലാണ് ഉർവശി എത്തിയത്. തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥയുടെ രണ്ട് വശങ്ങളെ അവിസ്മരണീയമാക്കിയതിനാണ് ഉള്ളൊഴുക്കിലൂടെ ഉർവശി പുരസ്കാരം സ്വന്തമാക്കിയത്. മലയാളി സ്ത്രീയുടെ ഒരു വിധം എല്ലാ ഭാവങ്ങളും വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയിട്ടുണ്ട് ഉർവശി. ഉള്ളൊഴുക്കിലെ പാർവതി തിരുവോത്തിന്റെ കഥാപാത്രമായ അഞ്ജുവിന്റെ അമ്മായിയമ്മയായ ലീലാമ്മയായി ഉർവശി എത്തിയപ്പോൾ പ്രകടനത്തിലൂടെ വീണ്ടും വിസ്മയിപ്പിക്കുകയായിരുന്നു താരം. മകൻ മരിച്ചു കിടക്കുമ്പോൾ മരുമകൾ കാമുകന്റെ കൂടെ പോകുമെന്ന് അറിയുന്ന ഒരമ്മയുടെ വികാരങ്ങൾ ഇത്രയും തീവ്രതയോടെ മറ്റാർക്കും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല. വേദനയും നിരാശയും ദേഷ്യവും അതിനൊപ്പം അർദ്ധഗർഭമായ ശാന്തതയുമൊക്കെ ലീലാമ്മയിൽ പ്രേക്ഷകർ കണ്ടു. ലീലാമ്മയിലൂടെ ഉർവശി വീണ്ടും അംഗീകരിക്കപ്പെടുമെന്നും ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയാകുമെന്നും പ്രതീക്ഷിച്ചവർ ഏറെയായിരുന്നു. സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച നടിമാരുടെ ലിസ്റ്റിൽ പാർവതിയുടെ പേരും ഉണ്ടായിരുന്നുവെങ്കിലും അവരെയും പിന്തള്ളിക്കൊണ്ടാണ് ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉള്ളൊഴുക്കിന് മുൻപ് 5 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഉർവശി നേടിയിട്ടുണ്ട്. 1989 മഴവിൽ കാവടി, വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയും 1990 തലയിണ മന്ത്രത്തിലൂടെയും 91 കടിഞ്ഞൂൽ കല്യാണം, കാക്ക900, ഭാരതം, മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും 1995 കഴകത്തിലൂടെയും 2006 മധുചന്ദ്രലേഖയിലൂടെയുമാണ് ഉർവശി സംസ്ഥാന പുരസ്കാരം നേടിയത്. 2006 മികച്ച സഹനടിക്കുള്ള അവാർഡും അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഉർവശി സ്വന്തമാക്കിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകളിലെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷമാണ് ഉർവശി ചെയ്തതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1977 തന്റെ 8ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി 78 റിലീസായ വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനുശേഷം 79 കതിർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു. 1983 തന്റെ 13ാം വയസ്സിലാണ് ആദ്യമായി നായികയായി വേഷമെടുത്തത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ പിന്നീടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായത്. ഇതിനിടെ നായികയായി റിലീസായ ആദ്യ ചിത്രം 83 പുറത്തെത്തിയ മുന്താണി മുടിച്ചായിരുന്നു. ഈ സിനിമ നേടിയ വൻ വിജയം ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തുടർന്നിങ്ങോട്ട് മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഉർവശി ഇന്നും സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ ലിസ്റ്റിലേക്ക് ഇടം നേടുകയായിരുന്നു. 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി. കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചത്. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും ഉർവശി വേഷമിട്ടു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.